ഇവിടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അയ്യൂബ് ഖാൻ വിശദീകരിച്ചു എന്താണ് വഖഫ് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഞാൻ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ മാത്രം പറഞ്ഞ് എന്റെ വർത്തമാനം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വഖഫുമായി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ നാട്ടിലെ മനുഷ്യർ ദിനം പ്രതി വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് നിലവിൽ വന്നതിന് ശേഷം സംഘപരിവാരും RSSും കേരളത്തിനകത്ത് ഉൾപ്പെടെ ഉയർത്തുന്ന ചില ചർച്ചകളുണ്ട്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിലെ നാട്ടിലെ മനുഷ്യർക്കിടയിലുള്ള മനസ്സിലെ ചില ചോദ്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ വർത്തമാനം അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം 8.25 ലക്ഷം വഖഫ് സ്വത്തുക്കളുണ്ട് എന്നാണ് കണക്ക്. ഏകദേശം 12 ലക്ഷം കോടി രൂപയുടെ മുതൽ ഏകദേശ കണക്കാണ്. ഇവിടെ RSSും സംഘപരിവാറും വർത്തമാനകാലത്ത് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുടെ മാത്രം ഉത്തരം പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വഖഫ് ബോർഡുകൾ സ്വത്തുക്കൾ കൈവശം വെക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടോ എന്നാണ്. കേരളത്തിലെ സംസ്ഥാന വഖഫ് ബോർഡിന്റെ കയ്യിലുള്ള സ്വത്തിന്റെ അളവ് 30 സെന്റോ 35 സെന്റോ ആണ്. ഇന്ത്യയിൽ 30ഓളം വഖഫ് ബോർഡുകളുണ്ട്. വഖഫ് ബോർഡുകൾ നേരിട്ട് ഒരു വഖഫ് സ്വത്തും കൈകാര്യം ചെയ്യുന്നില്ല എന്ന് RSSനും സംഘപരിവാറിനും അറിയാത്തത് കൊണ്ടല്ല. അവർ ഈ നാട്ടിലെ മനുഷ്യർക്കിടയിൽ വിഭാഗീയതയുടെയും തെറ്റിദ്ധാരണയുടെയും അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ വഖഫ് ബോർഡിന്റെ കയ്യിൽ ആകെ എറണാകുളത്തുള്ള അതിന്റെ വഖഫ് ബോർഡിന്റെ ഓഫീസും കോഴിക്കോടുള്ള ഓഫീസും ആകെ 10-30 സെന്റ് സ്ഥലമാണുള്ളത്. പ്രദേശത്ത് മുസ്ലിം പള്ളിയുണ്ട്. ആ പള്ളിയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ വഖഫ് ബോർഡാണ്. ആ സ്വത്ത് വഖഫ് ചെയ്യുമ്പോ അതിന്റെ വഖഫ് ആരാണോ, ആ സ്വത്ത് വഖഫ് ചെയ്യുന്നയാൾ ആരാണോ, അയാൾ ആ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിന് ആ രേഖയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം, അല്ലെങ്കിൽ ആരുടെ പേരിലാണോ വഖഫ് ചെയ്തു കൊടുത്തത് ആ മുത്തവല്ലിയാണ്, കമ്മിറ്റിയാണ്, വ്യക്തിയാണ്, ട്രസ്റ്റാണ് ആ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നത്. വഖഫ് ബോർഡുകൾ വഖഫ് സ്വത്തുക്കൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നേ ഇല്ല. വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ടവും സൂപ്പർവിഷൻ അധികാരവും മാത്രമാണ് ഇന്ത്യയിലെ വഖഫ് നിയമപ്രകാരം വഖഫ് ബോർഡുകൾക്കുള്ളത്. ഇവിടുത്തെ പള്ളി കമ്മിറ്റിയിൽ വന്നിട്ട് വഖഫ് ബോർഡിന്റെ ചെയർമാൻ ഖുതുബ പറയും. ഇവിടുത്തെ പള്ളി മഹല്ല് കമ്മിറ്റിയിൽ വന്നിട്ട് ഇവിടുത്തെ പള്ളിയിലെ ഖത്തീബിനെ അപ്പോയിന്റ് ചെയ്യുന്നത് വഖഫ് ബോർഡാണോ? ഇവിടുത്തെ പള്ളിയിലെ മുഖ്രി അപ്പോയിന്റ് ചെയ്യുന്നത് വഖഫ് ബോർഡാണോ? അവർക്ക് ശമ്പളം കൊടുക്കുന്നത് വഖഫ് ബോർഡാണോ? അല്ല എന്ന് കൃത്യമായി അറിവുള്ള RSS എന്തിനാണ് വഖഫ് ബോർഡ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത്? വഖഫ് ബോർഡുകൾ ഇന്ത്യയിലെ ഒരു സ്വത്തും കൈവശം വെക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യം എന്താ? വഖഫ് ബോർഡുകൾക്ക് സ്വത്തുക്കൾ ഏകപക്ഷീയമായി കയ്യേറാൻ കഴിയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. എന്താ RSS പറയുന്നത്? വഖഫ് ബോർഡുകൾ ഇതാ ഈ നാട്ടിലെ മുഴുവൻ സ്വത്തുക്കളും ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കയ്യേറാൻ വേണ്ടി പോകുന്നു. വഖഫ് ബോർഡ് ഒരു സ്വത്ത് വഖഫാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് തൊടാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമം ഇന്ത്യയിലെ വഖഫ് നിയമത്തിലോ ഇന്ത്യയിലെ മറ്റു നിയമങ്ങളിലോ ഇല്ല. ഞാൻ താമസിക്കുന്ന എന്റെ പൊരയും പറമ്പും അയ്യൂബ് ഖാൻ വക്കീലിന് കയ്യേറാൻ പാടില്ല എന്നതുപോലെ തന്നെയാണ് ഈ നാട്ടിലെ ഒരു മനുഷ്യന്റെ വസ്തുവിലേക്കും കയ്യേറാൻ വഖഫ് ബോർഡ് എന്നല്ല ഒരു മൂന്നാം കക്ഷിക്കും അവകാശമില്ല. പിന്നെന്താ വഖഫ് ബോർഡിന്റെ പ്രത്യേകത? വഖഫ് ബോർഡിന് ഒരു പ്രത്യേകത ഇല്ല. ഒരു വസ്തുവിലേക്കും വഖഫ് ബോർഡിന് കയ്യേറാൻ വഖഫ് നിയമത്തിൽ എവിടെയും ഒരു അവകാശവും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, ഒരു അധികാരവും നൽകിയിട്ടില്ല. ആകെ ഉള്ള പ്രശ്നം എന്താ? ഒരു സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള പ്രാഥമികമായ അധികാരം വഖഫ് ബോർഡിന് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെ സ്വത്ത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അപേക്ഷ കൊടുത്താൽ വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥർ വന്ന് വാക്കാനുള്ള വഖഫാണോ കൈവശമുണ്ടോ എന്ന് പരിശോധിക്കും. രേഖയുള്ള വഖഫാണെങ്കിൽ രേഖ പരിശോധിക്കും. അവരുടെ കൈവശവും രേഖകളും പരിശോധിച്ച് വഖഫ് ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആ വഖഫ് ബോർഡിൽ അത് രജിസ്റ്റർ ചെയ്യും ആ സ്വത്ത്. അപ്പൊ RSS പറയുന്നു വഖഫ് ബോർഡ് തീരുമാനിച്ച രജിസ്ട്രേഷൻ ആയില്ലേ, പിന്നെ ആ സ്വത്ത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ആരാ നിങ്ങളോട് പറഞ്ഞത്? വഖഫ് ബോർഡ് സ്വത്ത് വഖഫിൽ രജിസ്റ്റർ ചെയ്താൽ അതിനെ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിന്റെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ഏത് കോടതിയിൽ? കേരളത്തിൽ ഒരു വഖഫ് ട്രിബ്യൂണൽ അതിനുവേണ്ടി മാത്രമുണ്ട്. ആ വഖഫ് ട്രിബ്യൂണലിന്റെ ജഡ്ജിയെ നിയമിക്കുന്നത് മുസ്ലിങ്ങളല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല.
ആ ജഡ്ജിയെ നിയമിക്കുന്നത് കേരളത്തിലെ കേരള ഹൈക്കോടതിയാണ്. ഈ ആലുവ ടൗണിലെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ പള്ളിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫ് എന്റേതാണ് എന്ന് സമദ് വാദിച്ചാൽ, അയ്യൂബ് വാദിച്ചാൽ, രാമൻ വാദിച്ചാൽ, ജോസഫ് വാദിച്ചാൽ ട്രിബ്യൂണലിൽ കേസ് ഫയൽ ചെയ്യാം. കേസ് തീർക്കുന്നത് മുസ്ലിങ്ങളല്ല, കേസ് തീരുമാനിക്കുന്നത് വഖഫ് ബോർഡല്ല, കേസ് തീരുമാനിക്കുന്നത് നിങ്ങൾ ജില്ലാ കോടതിയുടെ അധികാരമുള്ള കേരളത്തിലെ ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്യുന്ന വഖഫ് ട്രിബ്യൂണലിലെ ജില്ലാ ജഡ്ജിയുടെ ചുമതലയുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറാണ്. ട്രിബ്യൂണൽ വഖഫാണ് എന്നങ്ങോട്ട് വിധിച്ചു നോക്കുക. RSS എന്താ പറയുന്നത്? പിന്നെ അതിന്റെ മുകളിലേക്ക് ഇവിടെ ആരാ നിങ്ങളോട് പറഞ്ഞത്? ജില്ലാ കോടതിയുടെ ഉത്തരവാണ് വഖഫ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. ആ ഉത്തരവിനെ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം. ഹൈക്കോടതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം. അതുകൊണ്ട് വഖഫ് സ്വത്തുക്കൾ ഏകപക്ഷീയമായി വഖഫ് ബോർഡുകൾ സ്വത്തുക്കൾ കയ്യേറുന്നു എന്ന് പറയുന്ന RSSന്റെ സംഘപരിവാറിന്റെ വാദം പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു വിഷയമേ ഈ രാജ്യത്തെ വഖഫ് നിയമത്തിലോ അങ്ങനെ ഒരു അധികാരമോ വഖഫ് ബോർഡിനില്ല. അടുത്ത ചോദ്യം എന്താ? വഖഫ് ബോർഡിൽ നിങ്ങൾ 2 അമുസ്ലിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ചാനൽ ചർച്ചയിൽ കണ്ടു. ശങ്കുട്ടി ദാസ് എന്ന് പറയുന്ന BJPയുടെ ചാനൽ ചർച്ചകളൊക്കെ വന്നിരിക്കുന്ന ഒരു പ്രമുഖനായ വ്യക്തിയുണ്ട്. അദ്ദേഹത്തോട് മുസ്ലിം ലീഗിന്റെ ഷാഫി ചാലിയം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത്, വഖഫ് ബോർഡിൽ നിങ്ങൾ അമുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറയുന്നു, ദേവസ്വം ബോർഡിൽ 2 മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? ശങ്കുട്ടി ദാസ് അതിനൊരു മറുപടി പറയുന്നുണ്ട്. BJPയും RSSും പറയുന്നത് വഖഫ് ബോർഡിന്റെ അധികാരവും ദേവസ്വം ബോർഡുകളുടെ അധികാരവും രണ്ടും രണ്ടാണ്. വഖഫ് ബോർഡ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഘടകമാണ്, ബോർഡാണ്. ദേവസ്വം ബോർഡുകൾ ആത്മീയമായ കാര്യങ്ങൾ, അതിന്റെ ആചാരങ്ങൾ, പൂജകൾ, ക്രിയകൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ബോർഡാണ്. അതുകൊണ്ട് വഖഫ് ബോർഡിനെ പോലെ ദേവസ്വം ബോർഡിനെ കാണുക സാധ്യമല്ല. നമ്മുടെ ചോദ്യം എന്താ? വഖഫ് ബോർഡും ദേവസ്വം ബോർഡും ഒന്നാണോ എന്നുള്ള? വളരെ ലളിതമാണ്. സ്വാത്വികപരമായി 2 ബോർഡും ഏകദേശം ഒന്നാണ്. കേരള നിയമസഭയ്ക്കകത്ത് 10/2/2016 അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ നൽകിയ ഒരു ഉത്തരവുണ്ട്. സാജു പോൾ MLA ചോദിച്ച ചോദ്യത്തിന് ദേവസ്വം ബോർഡുകളുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? ചോദ്യം. ദേവസ്വം ബോർഡുകളുടെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും പൂജാവിധികളും മുടക്കം കൂടാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ക്ഷേത്രങ്ങളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കുക. ഫണ്ടുകളുടെ വിനിയോഗം ശരിയാവണ്ണം നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ക്ഷേത്രം ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ നിശ്ചയിച്ച് നടപ്പിലാക്കുക എന്നിവയാണ് ദേവസ്വം ബോർഡുകളുടെ പ്രധാന ചുമതലകൾ. രണ്ടാമത്തെ ചോദ്യം, ദേവസ്വം ബോർഡുകൾക്ക് സർക്കാർ ഗ്രാന്റ് നൽകുന്നുണ്ടോ? ഈ സർക്കാരിന്റെ കാലത്ത് ഓരോ വർഷവും ഓരോ ദേവസ്വം ബോർഡിനും എത്ര തുക വീതം നൽകിയെന്ന് വിശദമാക്കാം. ഉത്തരം, മലബാർ ദേവസ്വം ബോർഡിന് ഗ്രാന്റിന്റെ ഇനത്തിൽ 2011-12 19.8 കോടിയും 2012-13 22.49 കോടിയും 2013-14 17.16 കോടിയും 2015-16 ഇതേവരെ 12 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. മറ്റ് ദേവസ്വങ്ങൾക്ക് ഒന്നും തന്നെ ഗ്രാന്റ് അനുവദിച്ച് നൽകുന്നില്ല. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ഭരണഘടനാ പ്രകാരമുള്ള കോൺട്രിബ്യൂഷൻ നൽകി വരുന്നുണ്ട്. നിലവിൽ ഇത് യഥാക്രമം 80 ലക്ഷവും 20 ലക്ഷവും വീതമാണ്. എന്താ ദേവസ്വം ബോർഡിന്റെ പണി? ദേവസ്വം ബോർഡിന്റെ പണി സ്വത്ത് കൈകാര്യം ചെയ്യലാണ്. 17/2/2022 PV ശ്രീനിജൻ, VK പ്രശാന്ത്, K ബാബു, KM സച്ചിൻ ദേവ് എന്നീ MLA-മാരുടെ ചോദ്യത്തിന്റെ മറുപടിയായി കേരളത്തിലെ ഈ മന്ത്രിസഭയിൽ നിന്ന് ഇപ്പൊ MP ആയി പോയ K രാധാകൃഷ്ണൻ കേരള നിയമസഭക്കകത്ത് നൽകിയ ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിക്കാം. സംസ്ഥാനത്തെ വിവിധ ദേവസ്വം ബോർഡുകളുടെ സ്വത്തുവകകൾ സംബന്ധിച്ച് കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടോ? സംസ്ഥാനത്തിന് പുറത്ത് ദേവസ്വം ബോർഡുകൾക്ക് സ്വത്തുവകകൾ ഉണ്ടോ? വിശദമാക്കാമോ? ചോദ്യം. ഉത്തരം കേൾക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1250 ക്ഷേത്രങ്ങളിലായി ഏകദേശം 2700 ഏക്കർ ഭൂമിയുണ്ട്. സംസ്ഥാനത്തിന് പുറത്ത് വാരാണസിയിൽ
തിരുവിതാംകൂർ സത്രം, തിരുവിതാംകൂർ ധർമ്മശാല എന്നിങ്ങനെ 2 കെട്ടിടങ്ങളും പുലരൂർ ഗ്രൂപ്പിൽപ്പെട്ട അച്ചൻകോവിൽ ദേവസ്വം വകയായി തമിഴ്നാട്ടിലെ പൊൻപൊടിയിൽ 30 ഏക്കർ 85 സെന്റ് പാടശേഖരവും ഉണ്ട്. നീണ്ട ഒരു ലിസ്റ്റാണ് ദേവസ്വം ബോർഡുകൾക്കും ക്ഷേത്രങ്ങൾക്കും കീഴിലുള്ള സ്വത്തുക്കളെ സംബന്ധിച്ച് ഔദ്യോഗികമായി കേരളത്തിന്റെ നിയമസഭക്കകത്ത് അവതരിപ്പിച്ച കണക്ക്. ദേവസ്വം ബോർഡുകൾ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നില്ലേ? എന്തിനാണ് RSS സംഘപരിവാർ കേരളത്തിലെ നേതാക്കന്മാർ ഇങ്ങനെ പച്ചക്കള്ളം ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ നാടിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന വിഭാഗീയത ഒന്ന് ആലോചിച്ചു നോക്ക്. ദേവസ്വം ബോർഡും വഖഫ് ബോർഡും രണ്ടും സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിൽ ഹിന്ദുമത വിശ്വാസികളല്ലാത്തവർ പാടില്ല എന്ന് RSS പറയുന്നു. വഖഫ് ബോർഡിൽ മുസ്ലിം മത വിശ്വാസികളല്ലാത്തവരെ ഉൾപ്പെടുത്തണമെന്ന് RSS പറയുന്നു. ഇനി അടുത്ത ചോദ്യം, വഖഫ് ബോർഡുകളാണ് ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ വഖഫിനാണ് ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഇന്ത്യ രാജ്യത്തുള്ളത്, ആണോ? റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കളാണ് ഉള്ളത് എന്ന കള്ളം RSS പ്രചരിപ്പിക്കുന്നു. ചോദ്യം എന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് കൈവശം വെക്കുന്നത് വഖഫ് സ്വത്തുക്കളാണോ? അല്ല 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 എന്ന് 3 തവണ ആവർത്തിച്ചുറപ്പിച്ച് പറയാൻ വേണ്ടി ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് പാസാക്കിയ തൊട്ടടുത്ത ദിവസം RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ പറഞ്ഞു, ഇന്ത്യയിൽ റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരും ക്രിസ്ത്യൻ സംഘടനകളും ചർച്ചുകളുമാണ് എന്ന് ലേഖനമെഴുതുകയും കേരളത്തിൽ അത് വിവാദമായപ്പോ അവർ പിൻവലിക്കുകയും ചെയ്തു. അടുത്ത കളവും കളവാണ് എന്ന് RSS തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. ഞാൻ വഖഫ് നിയമത്തിൽ കൊണ്ടുവന്ന എല്ലാ നിയമ സംവിധാനങ്ങളിലേക്കും അതിന്റെ വിവാദങ്ങളിലേക്കും പോകുന്നില്ല, നമ്മളത് പഠിച്ച് മനസ്സിലാക്കിയവരാണ്. പുതിയ വഖഫ് നിയമത്തിൽ പറയുന്നു, ഒരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിൽ അയാൾ മുസൽമാനായാൽ മാത്രം പോരാ, മുസൽമാനാണ് എന്ന് 5 കൊല്ലക്കാലം അത് പ്രാക്ടീസ് ചെയ്യുകയും നാട്ടിന്റെ മുമ്പിൽ തെളിയിക്കുകയും വേണം എന്ന് നിയമത്തിൽ പറയുന്നു. ഇന്ത്യയിലെ വഖഫ് നിയമത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ ഞാൻ എന്റെ പേരിൽ മരണത്തിന് മുമ്പ് പരലോക കാംക്ഷയ്ക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി പടച്ച റബ്ബിന് ഒരു സ്വത്ത് വഖഫ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം 5 കൊല്ലം മുസൽമാനായി നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കണം. അപ്പൊ തർക്കം എവിടെ തുടങ്ങും? തർക്കം ഞാൻ മുസൽമാനാണോ അല്ലേ എന്നുള്ളത് തുടങ്ങും. ആരാണ് ഈ രാജ്യത്തെ ഒരു മനുഷ്യന്റെ വിശ്വാസം, അവന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ വിശ്വാസത്തിന്റെ അളവെടുക്കാനുള്ള അധികാരം ആർക്കായി രാജ്യത്തിന്റെ ഭരണഘടന കൊടുത്തിട്ടുള്ളത്? വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നു. നമ്മൾ കേട്ടതാണ്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആദിവാസികൾക്ക് ഭൂമി വഖഫ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കും ആദിവാസികൾക്ക് ഭൂമി വഖഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ, ഞങ്ങളെ മലപ്പുറത്തൊക്കെ നിലമ്പൂരിലൊക്കെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് ഭൂമി വഖഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണോ പ്രയാസം? നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് നോക്ക്. ലക്ഷദ്വീപിലെ 10ഓളം ദ്വീപ് സമൂഹങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമുള്ള ലക്ഷദ്വീപ് മനുഷ്യർ ആദിവാസി വിഭാഗങ്ങളിൽ ഡിക്ലെയർ ചെയ്യപ്പെട്ടവരാണ്. നിങ്ങൾ അതിന്റെ അപകടം ആലോചിച്ചിട്ടുണ്ടോ? എന്തിന് ദ്വീപിലെ മനുഷ്യരെ, മുസ്ലിങ്ങൾ, അവരെ പ്രത്യേകമായി സംരക്ഷിക്കുന്നതിന്, അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവർക്ക് ആദിവാസി പദവി നൽകിയിട്ടുണ്ട്. ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ടവരാണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്ന ദ്വീപ് സമൂഹം RSSന്റെ സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ആദിവാസികൾക്ക് ഭൂമി വഖഫ് ചെയ്യുന്നതിന് നിയന്ത്രണം കൊണ്ടെന്ന് വിചാരിച്ചാൽ നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ആദിവാസി ഊരുകളിലെ, വയനാട്ടിലെ മാനന്തവാടിയിലൊക്കെ ആദിവാസികളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ കരുതും. നോക്കൂ നിങ്ങൾ, 10,000-കണക്കിന് മനുഷ്യർ താമസിക്കുന്ന ലക്ഷദ്വീപ് സമൂഹത്തിൽ ആദിവാസികളായി ഡിക്ലെയർ ചെയ്യപ്പെട്ട ആ മനുഷ്യർക്ക് വഖഫ് സ്വത്ത് ചെയ്യാനുള്ള നിയന്ത്രണമാണ് കേന്ദ്ര ഗവൺമെന്റ് തന്ത്രപൂർവ്വം. ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു കേട്ടോ നിങ്ങൾ? RSS എന്തിനാ ഇത് നിയന്ത്രണത്തിനകത്ത് കൊണ്ടുവന്നത്? RSSന്റെ ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ലക്ഷദ്വീപ് സമൂഹത്തിലെ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതപൂർണമായ ജീവിതമുണ്ട്. അവരുടെ സ്വത്തുക്കൾ ഗവൺമെന്റ് കയ്യേറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പരമ്പരാഗതമായ അവരുടെ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യന്മാരുടെ മൗലികാവകാശത്തിന്റെ മേൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെ നടത്തുന്ന അതിക്രൂരമായ കയ്യേറ്റങ്ങൾ ആ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലേക്കാണ് അവരുടെ പള്ളികൾ, അവരുടെ ദർഗകൾ, അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ മദ്രസകൾ തട്ടിയെടുക്കാൻ പാകത്തിൽ വഖഫ് നിയമത്തിന് ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ ഒരു അമെൻമെന്റ് കൊണ്ടുവരുന്നു. ആദിവാസികൾക്ക് ഭൂമി പിന്നെ വഖഫ് ചെയ്യുന്നതിന് നിയന്ത്രണം കൊണ്ടുവരുന്നു.
പ്രിയമുള്ളവരെ, അപകടകരമായ സാഹചര്യമാണ്. ഈ പ്രദേശത്ത് ഒരു വഖഫ് സ്വത്തുണ്ട്. ഇതാ നമ്മുടെ മുമ്പിൽ കാണുന്ന ആ പറമ്പ് വഖഫ് സ്വത്താണെന്ന് കൂട്ടുക. അതിന്റെ മുകളിൽ ഒരു ആധാരമുണ്ട്. 1950-ലോ 60-ലോ അല്ലെങ്കിൽ 70-ലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് 40-ലോ 45-ലോ ഒരാൾ വഖഫ് ചെയ്ത ഭൂമിയാണ്. പക്ഷെ അത് നോക്കാനൊന്നും ആളില്ലാതെ അവിടെ കിടക്കുക. ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി ശ്രദ്ധിക്കുന്നില്ല. രേഖകളിലൊക്കെ വഖഫാണ് താനും. കേരളത്തിലെ വഖഫ് ബോർഡിന് ആധികാരികമായി അത് വഖഫാണ് എന്ന് തെളിഞ്ഞാൽ ആ ഭൂമി ഏത് ഘട്ടത്തിലും തിരിച്ചെടുക്കാൻ പറ്റും. ഈ നിയമത്തിൽ അതിന് മാറ്റം വരുത്തി. കാലഹരണ നിയമം വഖഫിന് നിർബന്ധമാക്കുകയും പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ അന്യാധീനപ്പെട്ട സ്വത്തുക്കൾ, വഖഫ് സ്വത്തുക്കൾ തിരിച്ചെടുക്കുന്നതിനുള്ള നിയന്ത്രണം ഈ നിയമത്തിനകത്ത് കൊണ്ടുവരികയും ചെയ്തു. നിയമവുമായി ബന്ധപ്പെട്ട ചില സങ്കീർണതകളുള്ളതുകൊണ്ട് ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കയ്യേറ്റ ഭൂമികൾ ഒഴിപ്പിച്ചാൽ അത് വഖഫാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വഖഫ് ബോർഡിന് അത് ഏറ്റെടുക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള അധികാരമുണ്ടായിരുന്നു. ഈ നിയമത്തിനകത്ത് അത് മാറ്റം വരുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ധർമ്മസ്ഥാനങ്ങൾ, എത്ര സ്ഥാപനങ്ങളാണ് വഖഫ് ചെയ്യപ്പെട്ടത് ട്രസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. ആ ട്രസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന വഖഫുകൾക്ക് വഖഫിന്റെ സംരക്ഷണം കിട്ടില്ല എന്ന് ഈ നിയമത്തിനകത്ത് പറയുന്നു. എത്ര അടിസ്ഥാനപരമായ മാറ്റമാണ് ഈ നിയമത്തിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ രാജ്യത്ത് ഭൂമി രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം ഉണ്ടാകുന്നതിന് മുമ്പേ കാലത്ത് വാക്കാൽ വഖഫ് ചെയ്യുകയും പള്ളിയായി, ഖബർസ്ഥാനായി, ആരാധനാലയങ്ങളായി, അനാഥാലയങ്ങളായി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എത്രയോ 10,000 സ്ഥാപനങ്ങൾ, ദർഗകൾ, പള്ളികൾ, ധർമ്മസ്ഥാപനങ്ങളെല്ലാം ഇന്ത്യ രാജ്യത്തുണ്ട്. അതിൻ്റെ ഒന്നും ആധാരം തിരഞ്ഞാൽ കാണൂല. തലമുറകളായി വഖഫിന്റെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്വത്തുക്കൾ RSSും സംഘപരിവാറും കൊണ്ടുവന്ന നിയമത്തിനകത്ത് പറയുന്നു അങ്ങനെ ഒരു വഖഫിന് പറ്റില്ല എന്ന് പറയുന്നു.